ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് പതിവ് പോലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് മോർണിംഗ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ചായ കപ്പുമായിട്ട് അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇറങ്ങി ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മോൻ്റെ വരവ്. എൻ്റെ മോൻ ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ് നല്ലൊരു കാര്യം ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ, ഒരു മണ്ണിൻ്റെ കപ്പ്, അത് ഇവൻ എടുത്ത് തറയിലിട്ട് ഉടച്ചായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കപ്പാണ് കേട്ടോ. അതില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നിൽ ചായ കുടിക്കണമല്ലോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സിറ്റ് ഔട്ടിൽ കുറച്ച് ചെടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോറായിട്ട്. കുറച്ച് ചെടികൾ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് സൺലൈറ്റ് വീഴും കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് അങ്ങനെ ഡാമേജ് ആയത്. അങ്ങനെ അതിനെല്ലാം വെള്ളമെല്ലാം നനപ്പിച്ച് കൊടുത്തു. അങ്ങനെ ഒത്തിരി ദിവസമായി ഗാർഡൻ്റെ വീഡിയോസെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഗാർഡനിലിറങ്ങി. അങ്ങനെ ഗാർഡനിൽ ചുറ്റിക്കറങ്ങി നിന്നപ്പോഴാണ് നിറയെ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കിട്ടുമോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് കൂടെ ഉണ്ട് ഞാൻ. അങ്ങനെ ഒരു പീസ് ലില്ലി എൻ്റെ ചിത്തി തന്ന് അങ്ങനെ കൊണ്ട് നട്ടായിരുന്നു കേട്ടോ. ഇനി ഇത് വളർന്ന് പന്തലിച്ച് വന്നാലേ ഇതിൽ നിന്ന് ബ്രാഞ്ചസ് എടുത്ത് നിറയെ പീസ് ലില്ലി നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണം. ഈ പീസ് ലില്ലി വൈറ്റ് പൂ പൂക്കുന്ന പീസ് ലില്ലിയാണ് കേട്ടോ. വേറെ ഏതെങ്കിലും പൂ പൂക്കുന്ന പീസ് ലില്ലി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കുറേയേറെ വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ സ്ഥലത്ത് ഇതിനെ കള്ളിച്ചെടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇനം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചുവരിൻ്റെ ഭിത്തിയിൽ ഇതിനെ ഒന്ന് എടുത്ത് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തൊന്ന് നടാമെന്ന് വിചാരിച്ചു. നമുക്ക് വാട്ടർ ലൈൻ പറഞ്ഞ പൈപ്പിൻ്റെ മുകളിലൊന്ന് വച്ച് പിടിപ്പിച്ചു. ഈ കള്ളിച്ചെടിയിൽ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബ്രാഞ്ചിനെ എടുത്ത് ഒരു ഇൻഡോർ പോർട്ടിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ വെറൈറ്റി പ്ലാന്റിന് ഇനം നഷ്ടപ്പെടാതെ അങ്ങനെ 2 ഭാഗമായിട്ട് നമുക്ക് വളർന്നു വന്നേക്കും. ഈ പ്ലാന്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഈ പ്ലാന്റിന് കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല. ഒരാഴ്ചയ്ക്ക് ഒരിക്കലെല്ലാം നനപ്പിച്ച് കൊടുത്താൽ മതി. ഏറെ വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇത് ചീഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ മോർണിംഗിലുള്ള വിശേഷങ്ങൾ. നിങ്ങളെ വിശേഷങ്ങളെല്ലാം നിർബന്ധം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെയും അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.